ഹായ് ഹലോ അമ്മിണിക്കുട്ടി. പിന്നെ ഇവളെന്താ ഇങ്ങനെ വിചിത്രമായിട്ട് സംസാരിക്കുന്നു? ഇവളെന്താ ഇങ്ങനെ വിചിത്രമായിട്ട് പിന്നെ ചിന്തിക്കുന്നു എന്നൊന്നും തോന്നല്ലേ. ചില കാര്യത്തിൽ അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്നെ ശല്യം ചെയ്ത ആൾക്കാർക്ക് തിരിച്ച് ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്ത വിധത്തിൽ ഉള്ള പ്രയാസം ഉണ്ടാവണം. അവർ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അവരെ മക്കൾക്ക് ഉണ്ടാവണം, അവരെ മക്കളെ മക്കൾക്കും ആർക്കും. അതങ്ങനെ എൻ്റെ ഒരു വിഷയേ അല്ല. ബന്ധുക്കളായാലും കൂടെ ജോലി ചെയ്തവരായാലും ഞാനൊരു സ്ത്രീയോട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയോട് അവർ ഈ കൺസൾട്ടൻസി ടെസ്റ്റിംഗ് ഒന്നും വന്നാൽ എന്നെ മാത്രം വിളിക്കൂല. കുറേ നാൾ സഹിച്ചു. പിന്നെ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നീ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ RCC MCCയിലെല്ലാം കൊടുക്കും. മുഖത്തൊക്കെ പറഞ്ഞു. അത് ഞാൻ അതിൽ ഇന്നും ഉറച്ചു നിൽക്കുന്ന, എനിക്കതിൽ ഭയങ്കര ഒരു തൃപ്തിയും ആ സംസാരിച്ചതിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടുന്ന ഒരാളാണ്. നമുക്കത്രയല്ലേ പറ്റൂ. കൈക്കരുത്തും മെയ്ക്കരുത്തും രാഷ്ട്രീയ പണക്കൊഴുപ്പും ഒന്നുമില്ലാത്തവർക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ കോളേജിലുള്ള ആളോട് മുഖത്തൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിന് ശേഷം എൻ്റെ കോളേജിൽ ഒരുപാട് ഇൻസിഡൻറ്റും അപമാനിക്കലും എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എഴുതി വെക്കുകയൊക്കെ ചെയ്തു. ആ എഴുതി വെച്ചവനെക്കാട്ടിയും അതിൻ്റെ പ്രേരണയായ കുറച്ച് ഘടകങ്ങളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്ത ഒരു ചർച്ചയുണ്ട്. പല ചർച്ചകളെയും ഒരു കൺക്ലൂഷൻ ആയിരുന്നു, ഒരു ഫൈനലൈസ് ചെയ്തിട്ടായിരുന്നു ആ എഴുത്ത് വന്നത്. അവരൊക്കെ തലമുറ തന്നെ നശിച്ചു പോകണം. അല്ലെങ്കിൽ എന്നെ ദ്രോഹിച്ച് പേപ്പർ കൊടുത്തവൻ്റെയൊക്കെ മോനൊക്കെ ഉണ്ട്. അതൊക്കെ വല്ല ആക്സിഡൻറ്റിലും പെട്ടിട്ട് തല പൊട്ടി കിടക്കണം ആജീവനാന്ത്യവൻ്റെ മുന്നിൽ. എന്നാലേ അവൻ്റെയൊക്കെ അഹങ്കാരം തരും. അന്നേരം നിങ്ങൾ ചോദിക്കും മോനെന്ത് ചെയ്തു. നമ്മൾ ചെയ്യുന്ന നല്ലതും നമ്മൾ ചെയ്യുന്ന മോശവും തന്നെ നമ്മളെ മക്കൾ അനുഭവിക്കുക. എൻ്റെ അമ്മ ചെയ്ത ദ്രോഹം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ചെയ്ത നന്മ എൻ്റെ 2 മക്കളും നന്മയിൽ അനുഭവിക്കുന്നു. പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും നീ അനുഭവിക്കൂലേ എന്ന്. ഓക്കെ, ഐ ആം റെഡി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒന്നും അനുഭവിക്കാനില്ല. എന്ത് വന്നാലും സഹിക്കും. മക്കൾക്ക് വന്നോട്ടെ, വേറൊരാൾക്ക് വന്നോട്ടെ, ആർക്ക് വന്നോട്ടെ, ഐ ആം റെഡി. ഞാൻ സഹിക്കാൻ റെഡി. ഞാനിനൊന്നും സഹിക്കാനില്ല, ഞാൻ ഇന്നും സഹിക്കാൻ റെഡി. ദ്രോഹിച്ചവരെ മക്കളും കുടുംബവും നശിച്ച് നാരണക്കല്ല് പറ്റണം. അവർ കുടുംബം നശിച്ചിട്ടും എനിക്ക് ഒരു പ്രയാസം വരുന്നതിനെക്കാട്ടിയും എനിക്ക് ഫീൽ ചെയ്യുക എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വന്നാലാണ്. അത് മനുഷ്യ സഹജം അങ്ങനെയാണ്. അപ്പം എന്നെ ദ്രോഹിച്ചവരെ വേണ്ടപ്പെട്ടവർക്ക് വന്നിട്ടും അവർ വിധവയായിട്ടും അല്ലെങ്കിൽ അവർ ഒരു ഉപകാരത്തിനും കൊള്ളാതെ തളർന്നു കിടക്കുന്ന ഭർത്താവിനെ വർഷങ്ങളോളൊക്കെ പൂത്ത് കിടന്ന് ദൂറിക്കിടന്ന് നോക്കാനിട വന്നിട്ടൊക്കെ ആയിരിക്കും ആ പെണ്ണുങ്ങളൊക്കെ അനുഭവിക്കും അല്ലേ. അതേപോലെ എൻ്റെ മക്കൾ അവർ കാരണം കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കരയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മക്കൾ കരയും. ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മക്കൾ ഉറങ്ങൂല. എനിക്കൊന്നുമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മക്കൾക്കും ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആയിരിക്കണം. ഞാൻ 12 മാസം സാലറി വാങ്ങാതെ വെളിയിൽ നിന്നപ്പോഴും സ്വന്തം അമ്മേനെക്കുറിച്ചൊരു വൃത്തികേട് എഴുതി വെച്ചപ്പോഴും
എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ കെയർ ഓഫിൽ ഒരുത്തനും അവരോടൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. അവരോടൊന്നും ഫോൺ വിളിയാലേ കൂടി ചോദിച്ചിട്ടില്ല. എന്തിനാണ് ഈ സ്ത്രീ അങ്ങനെ ചെയ്തത്? എന്തിനാണ് അവരെ കുറിച്ച് എഴുതി വെക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്തത്? എന്തിനാണ് അവനെ വീണ്ടും കോളേജിലേക്ക് കയറ്റിയത്? എന്തിനാണ് അവന് ജാമ്യം എടുക്കാൻ നിങ്ങൾ സൈഡ് നിന്നത്? എന്തിനാണ് അവൻ്റെ എല്ലാ കാര്യത്തിനും നിങ്ങൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ എൻ്റെ രക്തബന്ധത്തിലോ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തന്നെ പോയിട്ടില്ല. അത് ഞാൻ കാലത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. നേതൃത്വം നൽകിയവരും ഒപ്പിട്ടവരും പരിഹസിച്ചവരും ഒറ്റപ്പെടുത്തിയവരും പൂത്ത് നശിക്കും, അല്ലെങ്കിൽ അവരെ മക്കൾ നശിക്കും, അല്ലെങ്കിൽ അവരെ ഭർത്താവ് ചത്തുപോയിട്ടോ ആക്സിഡൻ്റ് ആയിട്ടോ തളർന്നു കിടന്നിട്ടോ, അതേപോലെ ഭാര്യമാർ ആവറ്റ കിടക്ക് ഏതിനെങ്കിലും പോയി വണ്ടിക്ക് വീണിട്ടോ ചത്തിട്ടോ കയ്യും കാലും മുറിഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ അരക്ക് താഴെ തളർന്നിട്ടോ ഒക്കെ പൂത്ത് ചത്ത് കിടക്കും. ചിലപ്പോൾ ചാവും, ചിലപ്പോൾ പൂത്ത് കിടക്കും. അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടാൽ ഐ എം സോ ഹാപ്പി. അതിനപ്പുറം ഇനി എനിക്കൊരു സന്തോഷം വരാനില്ല. ഇതെൻ്റെ ഹൃദയത്തെ തട്ടിയിട്ട് പറയുന്നു. ഞാൻ വേറെ വഴി ചിന്തിക്കാറുണ്ട്. 3-4 കൊല്ലമായി, 3-4 5-8 വർഷം മുന്നേ, എന്തായാലും ഒരു 8 വർഷം 8 ആയിട്ടുണ്ടാവില്ല, ഏകദേശം ആയി. ഞാനിങ്ങനെ നിൻ്റെ പൈസ നീ RCC കൊടുക്കും, നീ ഇത്ര കള്ളത്തരായിട്ട് ചെയ്യുന്നതെന്ന്. ഞാൻ അവള് ഇവിടെ തന്നെയൊക്കെ ഉണ്ട്, RCCയിലെത്തിയിട്ടില്ല. അവളെ മക്കളോ അവളെ ഭർത്താവോ മോനോ ആരെത്തിയാലും ഐ എം ഓക്കെ, ഐ എം ഹാപ്പി. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അവള് കിടക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതങ്ങനെ വരൂ. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഈ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് എന്താണ്? കള്ള എന്ന് വിളിച്ച ആളെ ഇങ്ങനെ നിൽക്കേണ്ട സമയത്തില്ലേ നമ്മളെ മുന്നിൽ എത്തിയില്ലേ? എന്തൊക്കെ തെളിവുകൾ കാലത്തിൻ്റെ കാവ്യനീതിക്ക്, എന്തെല്ലാം തെളിവുകൾ. അയ്യോ, പൂത്ത് നശിച്ച് ആരുമില്ലാതെ നശിച്ച് എന്നെപ്പോലൊരു ഒരുപാടൊക്കെ കിട്ടാനുണ്ട്. 15 വയസ്സിൽ വിറ്റവൻ പുഴുത്തിട്ട ചത്ത. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഇതിനൊരു ഡ്യൂറേഷൻ കിട്ടിയില്ല. ഞാൻ കുറച്ചു കാലങ്ങളോളം പൂക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ 2-3 കൊല്ലം വെള്ളമിറക്കാതെ പൂത്തു. മതി. നമുക്കൊരു ഉമിനീരിറക്കാനോ തൊണ്ടവേദന വരുമ്പോഴും നമ്മൾ സഹിക്കുന്നു. നിങ്ങളന്നേരം വിചാരിക്കും നിങ്ങൾ കഴിച്ചില്ലെങ്കിലും നിങ്ങൾ അയൽക്കാർക്ക് കഴിക്കണം എന്നല്ലേ? അല്ല, ചില കാര്യത്തിലല്ല. നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, മറ്റായിരിക്കും നമ്മൾ കൊടുക്കാതിരിക്കുക. ചില കേസിൽ മാങ്ങയും വെള്ളരിക്കയും കൂട്ടാൻ അടുപ്പത്തുണ്ട്, പുഴുങ്ങലരി കൊണ്ടുവന്നതില്ല. ഇനി എനിക്ക് ഇവിടെയെല്ലാം പോകണം. ഇവിടെ കടയിൽ മഴയല്ലേ, അതിന് മുന്നേ പിന്നെ നമുക്ക് കുറച്ച് സാധനമൊന്നും കൊണ്ടുവരാൻ നടക്കുന്ന കാര്യമല്ല. അപ്പം അതിന് മുന്നേ തന്നെ ഇത്ര വേഗം വന്നു. അതിന് മുന്നേ തന്നെ അരി അങ്ങനത്തെ സാധനം ഇല്ല, അരി അങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവയ്ക്കണം. പിന്നെ നമുക്ക് പച്ചക്കറിയോ പഴമോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്നെ ദ്രോഹിച്ചത് ആരായാലും, ഒഫീഷ്യലായാലും അൺഒഫീഷ്യലായാലും രക്തബന്ധമായാലും സംബന്ധക്കാരായാലും പറമ്പ് പിടിച്ചെടുത്തവരായാലും നമ്മളെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ പറമ്പിൽ ട്രാൻസ്ഫോമർ കൊണ്ടുവച്ചിരുന്നു, പിന്നെ അത് വിറ്റുപോയി. അതായത് നമ്മളെ ജീവിതത്തിനും നമ്മളെ മനസ്സിനും മുറിവേൽപ്പിച്ച് വില തരാതെ പരിഹസിച്ച് അവക്കെന്ത് ജീവിതം, അവക്കെന്ത് ഭർത്താവ്,
അവക്കെന്ത് മക്കള്, ഇവളാര് അടങ്ങി ഒതുങ്ങി ഉള്ള റേഷനരി കഞ്ഞിയും കുടിച്ച് ജീവിക്കാതെ ഇനിയിപ്പോൾ ഒരു അടിച്ചു വാരേണ്ട ജോലി കിട്ടി, എന്നാൽ അടിച്ചു വാരിയിട്ട് ഒരു മൂലയിൽ ചൂലും വെച്ചത് ഒതുങ്ങിയിരിക്കാതെ ഇവള് പഠിക്കുന്നു, ഇവള് പരീക്ഷ എഴുതുന്നു, ഇവള് പിന്നെ ചകാക്കന്മാരൊന്നും മുഖം കാണാതെ ലെറ്റർ വാങ്ങാൻ പോവാതെ അവരെ കൂടെ കിടക്കാതെ ഇവള് പരീക്ഷ എഴുതി ജോലി വാങ്ങുന്നു. എന്നിട്ടൊരു അനുഗ്രഹം പിന്നെ തിരുവനന്തപുരത്തിലെ മന്ത്രിയുടെ കൂടെ കിടന്നിട്ടാണ്. തിരുവനന്തപുരത്തിലെ മന്ത്രിയുടെ കൂടെ, മന്ത്രിക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ മന്ത്രിൻ്റെ കൂടെ കിടന്നത്. മന്ത്രിക്ക് ഇഷ്ടമില്ലാതെ മന്ത്രി കിടത്തുമോ? നിങ്ങളെ ഭാര്യയും മോളെയും വിട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കിടക്കൂല്ലെങ്കിൽ തിരിച്ചു പോയിക്കോ പറയും. ഞാൻ പോയി, എന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ കിടന്നു, ജോലി വാങ്ങി. നിങ്ങളെ ഭാര്യയും നിങ്ങളെ മോളെയും വിട്. നല്ല ശരീരവും നല്ല ഭംഗിയും ആകാരഭംഗിയും കളറും എല്ലാം നോക്കുന്ന മന്ത്രിയാണെങ്കിൽ ചിലപ്പോൾ നടക്കൂല. ഇതൊക്കെ നോക്കുന്ന മന്ത്രിയാണെങ്കിൽ ചിലപ്പോൾ കാര്യം നടന്നേനെ. അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? തെളിവ് വല്ലതുണ്ടോ? അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? എൻ്റെ രക്തബന്ധത്തിലുള്ള ആൾ പറഞ്ഞിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ പല ജോലിയും കിട്ടുന്നു. നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ലാത്തതിന് ആര് വേച്ചു? ചിലപ്പോൾ ചില ആൾക്കാർക്ക് സൗന്ദര്യം വേണ്ടി വരുമല്ലോ, ഒരു രൂപം മതി. അങ്ങനെയുള്ളടത്ത് പോയിട്ട് ജോലിയാക്കണം. ഞാൻ പോയത് സൗന്ദര്യവും പ്രായവും ഒക്കെ നോക്കിയിട്ട് ജോലി തരുന്ന ആളെടുത്താണ് ഞാൻ പോയത്. അതുകൊണ്ട് ഞാൻ വിജയിച്ചു. നല്ല സാലറി വാങ്ങുന്നുണ്ട്, നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രമോഷൻ വേണമെങ്കിൽ പോയി കണ്ടാൽ മതി, റെഡി. കാരണം പഴയലും സൗന്ദര്യം ഇപ്പോൾ ഉണ്ട്. എന്ത് ചെയ്യാൻ? പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തന്ന് എന്ത് ചെയ്യും? നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടാവാം. സ്വാഭാവികല്ലേ, നാട്ടു നടപ്പല്ലേ. അങ്ങ് നമ്മളെ ഹിസ്റ്ററി, നമ്മളെ ചരിത്രവും നമ്മളെ പുരാണങ്ങളും നമ്മളെ ഒരുപാട് വായിക്കാനും കേൾക്കാനും കേട്ടറിവും ഒക്കെ സ്ത്രീനെ ബേസ് ചെയ്തിട്ടാണല്ലോ. യുദ്ധം നടന്നതും സ്വർണവും സ്ത്രീ തന്നെയാണല്ലോ നമ്മളെ വിഷയം, സ്വത്തും അല്ലേ. സ്വന്തം ഭാര്യ നമുക്ക് വീട്ടിൽ ചിലവിനൊന്നും കൊടുക്കണ്ടല്ലോ, അവളെ പിടിച്ചങ്ങ് വിറ്റേക്ക് എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇവിടുത്തെ തെണ്ടി വിറ്റത്. പഴയൊക്കെ ഭാര്യ അഡിക്റ്റ് ആയതുകൊണ്ടാണല്ലോ അത് ചെയ്തത്. ഞാൻ മസ്റ്റാന്ന് തോന്നുന്ന ആളായിരിക്കും എന്നെ വിളിച്ച് കൂടെ കിടത്തി ജോലി എന്നത്. ഇനിയിപ്പം നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങളെ വിട്ടേക്ക്. ഏതെങ്കിലും മന്ത്രി സ്വീകരിച്ചാൽ നിങ്ങളെ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവർ അതേപോലെ ട്രെയിനിൻ്റെ പൈസ പോകും. വേറെ പ്രശ്നമൊന്നുമില്ല. പറ്റുന്ന കാര്യം നിങ്ങളും അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ വേറൊരാൾക്ക് അകാരണമായിട്ട് വിധി എഴുതുമ്പോൾ സ്വന്തമായിട്ട് ആ വിധി നടപ്പിലാക്കി ഒന്ന് നോക്കണം. അകാരണമായിട്ട് എവിഡൻസ് ഇല്ലാതെ സാഹചര്യം വെച്ച് ഒരാളെ അപമാനിച്ച് ചാർത്തി കരിതേച്ച് കുടുംബം നശിപ്പിച്ച് റോഡിലൂടെ വലിച്ചഴക്കുമ്പോൾ നിങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങളെ ഒന്ന് വിട്ടു നോക്കണം. നീ അവിടെ കോന്തനായിട്ട് വേണമെങ്കിൽ വെളിയിലിരുന്നോ. നീ എനിക്ക് ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ നീ വിടണം. പെണ്ണുങ്ങളെ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ മോളെ വിട്ടു കൊടുക്കുക. കേട്ടല്ലോ? അതുകൊണ്ട് നാശത്തിൻ്റെ ഒരാളെ ജീവിതത്തിൽ ഒരു മാക്സിമം നാശത്തിൻ്റെ, ദ്രോഹിച്ചവരെ പരമാവധി നാശത്തിൻ്റെ, നാറാണക്കല്ല് കാണുന്നത്, കുറ്റി പൊരിക്കുന്നത്, അടിക്കുറ്റി പൊരിക്കുന്ന ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ശ്രീലത വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കണ്ടേ ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഉള്ളത് തന്നെ, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ അങ്ങനെ ഒരു നാശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ചോറായി. ഞാനേ അങ്ങനെ ഒരു നാശം നിങ്ങളത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ട്, വെള്ളരിക്കയും മാങ്ങയും
പിന്നെ മുറിച്ച് കുക്കറിൽ വെച്ച് വേവിച്ചു. പിന്നെ പിട്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, പിട്ടും വാങ്ങി കഴിച്ചു. ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിച്ചു. മാങ്ങ തീരുന്നവരെ കഴിച്ചേ പറ്റൂ അല്ലേ. യോ, ഇത് ചോറായി എന്ന് പറഞ്ഞതല്ല, എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയില്ല. നമുക്കേ, സോറി ഒരു മിനിറ്റ് ഇതായിപ്പോയി. നമുക്കേ പച്ചരി വെച്ചാലേ ആ ചോറ് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി എൻ്റെ വീട്ടിൽ എന്താണെന്നറിയാം, ഇവിടെ എനിക്ക് ഈ ചോറ് അധികം ഇങ്ങനെ വശവശ വേവുന്നത് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ വേവേണ്ടവർക്ക് മാറ്റി കുറച്ച് കോരി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ടത് എനിക്ക് നല്ല ഒരാൾക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി അങ്ങ് വാർത്തെടുക്കും. അങ്ങനെയാണ് പതിവ്. ഇനിയിപ്പം റൈസ് കുക്കറെല്ലാം എടുത്ത് താഴെ വെക്കണം, കാരണം മഴയൊക്കെയാണ് വരുന്നത്. ഗ്യാസൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടുപോകും. പിന്നെ ഇഷ്ടംപോലെ വിറകുണ്ട്, വിറക് കത്തിക്കാനൊന്നും സമയമൊന്നും കിട്ടൂലല്ലോ. ഈ ജോലിക്ക് പോകുമ്പോൾ അങ്ങ് മെലിഞ്ഞോളും. ഒരു ഡ്രസ്സും ഇടാൻ പറ്റുന്നില്ല, ഒരു ഡ്രസ്സും പറ്റുന്നില്ല. ഇതെൻ്റെ ഇഷ്ടപ്പെട്ട പഴയ ഒരു ടോപ്പാണ്. എങ്ങനെയല്ലോ കുത്തി ഇതാക്കും. ഭയങ്കര ഇഷ്ടമായി ടോപ്പ്. ഇത് റെഡല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാ, ഒരു തരം കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഞെട്ടിക്കുന്ന വീഡിയോ ആയി പോവോ? ഇങ്ങനെ ഞെട്ടുക. ഈ ചില സിനിമയിലെല്ലാം നന്നായി സെറ്റ് ചെയ്തൊക്കെ വെച്ച സാധനങ്ങൾ ചില സീനിന് വേണ്ടി എറിഞ്ഞു പൊട്ടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യേ ഇത്രയും നല്ല സാധനങ്ങളാണ് ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, പൊട്ടത്തി അതൊക്കെ പഴയത് കളറടിച്ച് വെച്ചതായിരിക്കും, അങ്ങനെയൊന്നും പൊട്ടിക്കൂല. കെട്ടക്കട അവിടെ കെട്ടക്കടോ കെട്ടക്കടോ. മറിയരുത്, മറിയരുതേ രാധ, അറിയരുതേ, പറയരുതേ രാധ, അറിയരുതേ. ഞാനിപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു. എന്താണെന്നറിയാം, നമ്മളെ ദ്രോഹിക്കുന്നവർ ഭയങ്കര ഭക്തിയായിരിക്കും. ഈ എന്നെ ദ്രോഹിച്ച ചാത്തൻ എപ്പോഴും ഏതെങ്കിലും അമ്പലത്തിൽ സപ്താഹോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അരി സപ്ലൈ ചെയ്യും. സ്വന്തം അമ്മേനെ നോക്കാണ്ട് അനാഥാലയത്തിൽ ചോറ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഗൈസ്? അപ്പം ഈ കോളേജിൽ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ ആ ലേഡി ഭയങ്കര ഭക്തിയാണ്. അവൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി മുല്ലപ്പൂവൊക്കെ ചൂടി, അവളെല്ലാം അന്ത്യം എന്ന് പറഞ്ഞാൽ ഗതികെട്ട അന്ത്യമായിരിക്കും. എന്താണെന്നറിയോ, അവളെക്കാട്ടി നല്ലൊരു സ്ത്രീയാണോ സർവീസിൽ ട്രാൻസ്ഫറായി വന്നതെന്ന് വെച്ചിട്ട് ഒരു ലേഡീനെ കുറിച്ച് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വൃത്തികേട് സ്ഥാപനങ്ങളിലെല്ലാം പറഞ്ഞു വരുത്തി. ഈ ഒരിടത്ത് അറിഞ്ഞാൽ മതി, നമ്മളിപ്പോൾ ഒരിടത്തേക്ക് ട്രാൻസ്ഫറായിട്ട് പോകുമ്പോൾ ആടെയും വിവരം കിട്ടും, പിന്നെ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തും വിവരം കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ടായിന്. അപ്പം ഓൾ കേരള എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും ഇവൾ ഇന്ന പോലെയാണ്, ഇവളാൾ ശരിയല്ല എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത സ്ത്രീയാണിത്. അതൊക്കെ നശിച്ചേ അടങ്ങും, അതിൻ്റെ മക്കളും കുടുംബവും എല്ലാം നശിക്കും.
ഞാൻ എൻ്റെ മനസ്സ് കാണുന്നുണ്ട് ആ നാശം. അതേപോലെ ഈ ചാത്തൻ്റെ ഭാര്യ വീട്ടുകാരെല്ലാം ഒരു വിധെല്ലാം നശിച്ച് തീർന്നു. ഇനി ഉള്ള മക്കളാണ് നശിക്കാനുള്ളത്, ബാക്കിയെല്ലാം നശിച്ചു. കാണുന്നുണ്ട് നമ്മൾ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, കുറേ നമ്മൾ കാണുന്നുണ്ട്. നശിക്കും നശിക്കും. കാല് മുറിച്ചിട്ടോ കൈ മുറിച്ചിട്ടോ വണ്ടീൻ്റെ അടിപ്പെട്ടിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നശിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ രാവിലെ ഞാനിപ്പോൾ ഒരു ദൈവത്തിൻ്റെ അടുത്തോ അമ്പലത്തിൽ പോവോ ഒരിക്കലെടുക്കുമോ, പിന്നെ ഞാൻ അമ്പലത്തിൽ പൈസ കൊണ്ട് കൊടുക്കാനൊന്നും ഞാൻ പോവാറില്ല. പക്ഷേ ഇങ്ങനെ ഈ രാവിലെ ഉദിക്കുന്നുണ്ട്, വൈകുന്നേരം അസ്തമിക്കുന്നുണ്ട്, അതിൽ വിശ്വസിക്കാം അല്ലേ? ഇങ്ങനെ രാവിലെ ഉദിക്കുന്നുണ്ട്, വൈകുന്നേരം അസ്തമിക്കുന്നുണ്ട്, അതിൽ വിശ്വസിക്കാം. ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോവാറും പ്രാർത്ഥിക്കാറുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും, കുഞ്ഞു മക്കൾക്കും വയസ്സായാക്കുന്നൊരു പ്രയാസം കൊടുക്കരുത്. മുന്നേ ഈ മാറാ രോഗങ്ങൾ ശത്രുക്കൾക്ക് പോലും അത്ര പോലും ഈ ഭൂമിയിൽ ആർക്കും, വിശപ്പും വേദനയും രണ്ടും ആർക്കും കൊടുക്കരുത് എന്ന് മനസ്സിൽ അറിഞ്ഞും കൊണ്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അറിയാനായതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെയാക്കി തരണേ, എനിക്ക് ഇങ്ങനെയാക്കി തരണേ, എന്നെ നാളെ തന്നെ നത്തിങ്, ഒന്നുമില്ല. എനിക്ക് എൻ്റെ കാര്യം പ്രാർത്ഥിച്ചാൽ നടക്കുന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല. എൻ്റെ പ്രവൃത്തിയല്ലേ എൻ്റെ ദൈവം അല്ലേ? അതുപോലെ എനിക്ക് വന്നോട്ടെ, നിങ്ങളെ പ്രവൃത്തി പോലെ നിങ്ങൾക്ക് വന്നോട്ടെ. അടിച്ച തിരിച്ചടിക്കണ്ടേ? എനിക്ക് സസ്പെൻഷൻ അകാരണമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്കും കിട്ടണ്ടേ? നീ എന്നെക്കുറിച്ച് വൃത്തികേടും അപവാദവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബം നശിക്കണ്ടേ? അത്രത്തോളം ഇപ്പോഴും പറയുന്നില്ലോ. ഉപ്പ് തിന്നാൾ വെള്ളം കുടിച്ചേ പറ്റൂ. അത് പ്രസവിച്ച അമ്മയായാലും കൊള്ളാം, രക്തബന്ധമായാലും കൊള്ളാം, സംബന്ധക്കാരായാലും കൊള്ളാം, ബന്ധുക്കളായാലും കൊള്ളാം, നാട്ടുകാരായാലും കൊള്ളാം, കൂടെ ജോലി ചെയ്യുന്നവരായാലും കൊള്ളാം. ചെയ്തവർക്ക് കിട്ടിയേ പറ്റൂ. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹിക്കാലോ, നടക്കുമെന്നുള്ളത് രണ്ടാമത്. നശിച്ച് കാണണം ചിലർ എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഞങ്ങളെ വീട്ടിലെ അപ്പുറത്തെ പറമ്പിൽ പ്ലാവില്ലേ, പ്ലാവിൻ്റെ താഴെ ആ ചക്ക ആയിരിക്കും വേണ്ട, കൂഴ ഞങ്ങളെ നാട്ടിൽ പഴം എന്ന് പറയും. പഴം ചക്ക ഇങ്ങനെ മഴയത്ത് വീഴുമ്പോൾ ഒരു രാത്രി ഒരു 12:30 മണിക്ക് ഇതുപോലെ പീടികകൾ, കടകൾ, വീടുകളൊന്നുമില്ല. നാടൻ പട്ടിയാണോ കുറുക്കനാണോന്ന് എനിക്കറിയില്ല. ഞാനൊന്നും ഒന്നേരം പേടിച്ചിട്ട് വെളിയിൽ ഇറങ്ങൂലല്ലോ ആ കാലത്ത്. ഇപ്പോഴാണെങ്കിൽ ഇറങ്ങുകയും ചെയ്യും. ദ്രോഹിക്കാൻ വന്നിട്ടുണ്ടവൻ അവനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. അന്ന് ഭയങ്കര സൗണ്ടും ഇങ്ങനെ ബഹളം. അത് കഴിഞ്ഞ ഉടനെ കുറേ ആൾക്കാരെ ബഹളം. സത്യത്തിൽ ഞെട്ടിപ്പോയി. കുറേ ആണുങ്ങൾ ഇത് കേൾക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അമ്മേൻ്റെ ഒരു 600 ശവങ്ങൾ, അമ്മയും മക്കളും. ഇന്നലെ രാത്രി വന്നതെവിടാ? കുറച്ച് ആൾക്കാർ കൂടി പിടിക്കാൻ വന്നു എന്ന് കേട്ടല്ലോ. ഞങ്ങളുടെ അടുത്ത് ആണുങ്ങൾ വന്നു എന്നാക്കി തീർത്തു പിറ്റേന്ന് രാവിലേക്കത്. പിന്നെ അതിൻ്റെ നിജസ്ഥിതി, എൻ്റെ വീട്ടിലെ പശുവുണ്ട്, ഞങ്ങൾ പുല്ല് പറിക്കാൻ. അപ്പം കുറുക്കനോ പട്ടിയോ കൂട്ടായി വന്നിട്ട് ഈ ചക്ക കടിച്ച് വലിക്കുന്നു. രാത്രി തിന്നുന്നു. ആ ബഹളത്തിന് ഇവിടുത്തെ കുറേ കാവൽ പട്ടികളുണ്ടായിരുന്നു അന്നേരം.
ഏതെങ്കിലും വീട്ടിൽ അവിഹിതം നടക്കുന്നുണ്ടെങ്കിൽ പിടിക്കാൻ. അവനൊക്കെ ഇപ്പോഴും വിലസുന്നുണ്ട്. ഈ സഖാക്കന്മാരുടെ അടുത്ത് കസേര വെക്കാൻ പോയാൽ ഒരുപാട് ഇഷ്യൂസിൽ നിന്ന് രക്ഷപ്പെടാം. കള്ളക്കേസ് കൊടുത്താൽ സാക്ഷിനെ കിട്ടും, ഫീസില്ല വക്കീലിനെ കിട്ടും, അങ്ങനെയുണ്ട്. എൻ്റെ നാട്ടിലത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം അന്നിങ്ങനെ എൻ്റെ അടുത്ത് ആൾ വന്നതാന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മേൻ്റെ കാരണോറ് വന്നിട്ട് ഇടുന്നു. ആരാ രാത്രി വന്നത്? ഭർത്താവില്ലല്ലോ. പുച്ഛിച്ച് ആട്ടി തുപ്പി, ഇതെല്ലാം മക്കളും കേൾക്കുന്നുണ്ട്. തുപ്പിപ്പോയി. ഞാൻ പിന്നെ കുറേ കഴിഞ്ഞ് പുല്ലുവരിക്കാൻ പോയപ്പോൾ ആ വന്ന ആളും എല്ലാം കാരണോറ് പറഞ്ഞിട്ട് അറിഞ്ഞു. ഇന്നാൾ വന്ന് നോക്കിയിന് പോലും രാത്രി. പിന്നെയാണ് മനസ്സിലായത് ഇവർ വന്ന് പിടിക്കാൻ വരുമ്പോഴേക്ക് കുറുക്കനെയും ചക്കനൊക്കെ കണ്ടിട്ട് ഇവർ മടങ്ങിപ്പോയി. എന്നിട്ട് അത് എൻ്റെ അടുത്ത ആൾ വന്ന് നാക്കി തീർത്തു. ഞങ്ങൾ ഈ സംഭവം അറിയുന്നത് രാവിലെ കാർന്നോറ് ആട്ടാൻ വരുമ്പോഴാണ്. എന്നാൽ അവൻ എന്ത് ചെയ്യണം? അറിഞ്ഞിട്ട് വന്നിട്ട് ആട്ടണം, അല്ലേ? ഇങ്ങനെയുണ്ട്. മറക്കോ? മറക്കുമോ? മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലക്കാത്ത വേണുഗാനം. ഞാൻ പാട്ടും പാടി ജീവിക്കുകയാണ്. ഞാൻ ഹാപ്പി. നാശങ്ങൾ കാണാൻ ഇവർക്ക് കിട്ടുന്ന വടിയില്ലാത്ത അടി കാണാൻ, കയ്യും കാലും അളുത്ത് പോയിട്ട് ചന്തിയിട്ട് നിരങ്ങുന്നത് കാണാൻ, ഇവരൊക്കെ മക്കൾ വിധവയായിട്ട് കാണാൻ, അല്ലെങ്കിൽ ഇവരെല്ലാം ആൺമക്കളെ ഭാര്യമാരില്ലാതായിട്ട് കാണാൻ, നശിക്കാൻ, ആകെ മൊത്തം ടോട്ടാലിറ്റി ഈസ് നാശം. അത് ഏത് വിധത്തിൽ നശിച്ചാലും ഞാൻ ഈ സത്യത്തിൽ വിശ്വസിക്കും. സൂര്യൻ അസ്തമിക്കുന്നതിലും ഉദിക്കുന്നതിലും ഞാൻ വിശ്വസിക്കും. ഏത്? ഈ ഒന്നും അറിയാതെ 18-19 വയസ്സിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നപ്പോൾ രാത്രി ആളെ വിളിച്ച് കിടന്നു എന്ന് പറഞ്ഞിട്ട് വീടിന് ചുറ്റും നിന്ന കാവൽക്കാരെ നാശം ഞാൻ കാണണ്ടേ? തൊഴിൽ സ്ഥലത്ത് ലൈംഗിക അപവാദം നടത്തിയിട്ട് ട്രാൻസ്ഫർ തന്നിട്ടും ഉപദ്രവിച്ചിട്ടും ശമ്പളം പിടിച്ചു വെച്ചിട്ടും ദ്രോഹിക്കുന്നവർക്ക് അവർ നശിച്ചിട്ട് ഞാൻ കാണണ്ടേ? ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ ആൾ ശരിയല്ലെന്ന് പറഞ്ഞ് പരത്തി അവൾ നശിച്ചിട്ട് ഞാൻ കാണണ്ടേ? ഞാൻ താമസിക്കുന്ന ദിക്കിൽ കയറി വന്ന് വൃത്തികേട് പറയൂ, ദ്രോഹിക്കും ചെയ്തവർ നശിച്ചിട്ട് ഞാൻ കാണണ്ടേ? എന്നെ 15-ാമത്തെ വയസ്സിൽ കൊണ്ട് വിറ്റ് അവർ നശിച്ചിട്ട് ഞാൻ കാണണ്ടേ? ഇവരെല്ലാം പൂത്ത് നശിച്ച് കാലും കയ്യും മുറിഞ്ഞു പോയി അതിലൂടെ പുഴു ഒഴുകി നടക്കുന്നത് ഞാൻ കാണണ്ടേ? തൂറി മൂത്രയിച്ച് വിരകി കിടക്കുന്നത് ഞാൻ കാണണ്ടേ? എനിക്കതുകൊണ്ട് കുറച്ച് നാൾ ജീവിച്ചേ പറ്റൂ. കുറച്ചെങ്കിലും കാണാനിട വരട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യം നോക്കുന്നുണ്ട്. ഉറക്കമില്ലെങ്കിലും ഞാൻ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. നശിച്ച് കാണാൻ തന്നെ ലക്ഷ്യം കണ്ടിട്ട് ജീവിക്കുന്നതാണ്. ഞാനായിട്ടല്ല, കാലത്തിന് വിട്ടുകൊടുത്തിട്ട്. ഞാൻ വായുകൊണ്ട് ഒരാളോട് ചോദിക്കാൻ പോവില്ല, പറയാനും പോവില്ല. കാലം കാത്തു വെക്കുന്ന ആ നീതി നടപ്പിലാവട്ടെ. ഇടി വീഴട്ടെ തലയിൽ, നശിക്കട്ടെ. ഇന്നത്തെ നടപ്പും കസേല വെപ്പും, ഇന്ന് കാണുന്ന കാറും, ഇന്ന് കാണുന്ന ഹോട്ടൽ ഫുഡും, ഇന്ന് കാണുന്ന ഹൈ വൈഫൈ ഒന്നും അല്ല. ഇതിനൊരു നാശം നമുക്കൊരു സെക്കൻഡ് കൊണ്ട് വരാം. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു നടന്നു പോകുമ്പോൾ ഒരു സൈക്കിള് മതി തൂറിക്കിടക്കാൻ. ദ്രോഹിച്ചവരെ മരണമൊന്നും വേണ്ടേ. മരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ഒറ്റപ്പെടട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ഒറ്റപ്പെടട്ടെ.
മക്കൾ ചത്തിട്ട് അച്ഛനും അമ്മയും മാത്രം ജീവിക്കട്ടെ, അല്ലെങ്കിൽ പൂത്ത് കിടക്കട്ടെ, അല്ലെങ്കിൽ കയ്യും കാലും പൊട്ടി തൂറിക്കിടക്കട്ടെ. മാരകമായ തിരിച്ചടിയിരിക്കണം. അതെൻ്റെ ഒരു എന്നാണ് അന്ത്യാഭിലാഷം എന്നെല്ലാം പറയുന്ന പോലെ അങ്ങനെ നടക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ദ്രോഹിച്ചവർക്കും എല്ലാം നാളേക്കതൊരു പാഠമായിരിക്കണം. ഞാൻ ചെയ്തത് എനിക്ക്, നീ ചെയ്തത് നിനക്ക്.